മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവുമായ സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി ടീച്ചർ. പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറി കൂടിയായിരുന്നു. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പാലായിരുന്നു. മണ്ണിനും മരത്തിനും വേണ്ടി നെഞ്ചുപൊട്ടിപ്പാടിയ മലയാളത്തിന്റെ മനസാക്ഷി, പ്രിയ കവയിത്രി 2020 ഡിസംബർ 23 ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. കവി യാത്രയായാലും ആ കവിത മലയാളത്തിന്റെ മണ്ണിൽ നിന്നും വിട വാങ്ങുന്നില്ല. മരത്തിൽ, ചെടിയിൽ, പൂവിൽ, മുട്ടിൽ, മഴയിൽ, ആകാശത്തും ഭൂമിയിലും ആ ശബ്ദം ഇനിയും അലയടിക്കും. ഈ പുതുവർഷ ദിനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി ഒരു സന്ദേശം. ഈ പുതുവർഷ പിറവിയിൽ ഒരു തൈ നമുക്കും നടാം, നല്ലൊരു നാളേക്കു വേണ്ടി. ആ പാവന സ്മരണയ്ക്ക് മുൻപിൽ 1000 കണ്ണുനീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അഞ്ചൽ സബ് ജില്ലാ പ്രീ സ്കൂൾ കുട്ടികൾക്കായി ഒരുക്കുന്ന കലാവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. കാലചക്രം തിരിയുകയാണ്. എന്തിനെന്ന നെട്ടോട്ടത്തിനിടയിൽ ഓരോ ദിനവും കൊഴിഞ്ഞത് നാം അറിയാതെ പോയി. ചിലർക്ക് നേട്ടങ്ങളുടെയും ആനന്ദത്തിന്റെയും വർഷം, മറ്റു ചിലർക്ക് ദുരിതങ്ങളുടെയും തീരാ നഷ്ടങ്ങളുടെയും. ഓരോ പുതിയ ദിനവും ഓരോ പുതിയ അവസരങ്ങളാണ്. മനസ്സിനെ നന്മകളാൽ നിറച്ച് ഒരു പുതുലോകം സൃഷ്ടിക്കാം. ഏവർക്കും പ്രശിക്ഷ ഓൺലൈൻ കൂട്ടായ്മയുടെ പുതുവത്സരാശംസകൾ. നുഷസ്സിൻ പൂഞ്ചിറകിന്മേൽ പുതിയൊരു വർഷമുണർന്നു. പാരിടമാകെ പാരിനുടയവൻ കാന്തി കതിരു ചൊരിഞ്ഞു. പുത്തനുഷസ്സിൻ പൂഞ്ചിറകിന്മേൽ പുതിയൊരു വർഷമുണർന്നു. പാരിടമാകെ പാരിനുടയവൻ കാന്തി കതിരു ചൊരിഞ്ഞു. ഒന്നായി ചേർന്നീ നവ്യദിനത്തിൽ ആശംസകളെ ഗീടാം. പോയ ദിനത്തിൽ പരിപാലിച്ചൊരു നാഥനു കീർത്തനമേകാം. പോയ ദിനത്തിൽ പരിപാലിച്ചൊരു നാഥനു കീർത്തനമേകാം.
മനസ്സിലെന്നും നവചൈതന്യം നിറയാൻ നന്മ നിറഞ്ഞൊരു സ്നേഹസ്വരൂപൻ വൻകൃപ നമ്മിൽ ചൊരിയട്ടെ. നന്മ നിറഞ്ഞൊരു സ്നേഹസ്വരൂപൻ വൻകൃപ നമ്മിൽ ചൊരിയട്ടെ. പുത്തനുഷസ്സിൻ പൂഞ്ചിറകിന്മേൽ പുതിയൊരു വർഷമുണർന്നു. പാരിടമാകെ പാരിനുടയവൻ കാന്തി കതിരു ചൊരിഞ്ഞു.